2 ദിവസത്തിന് ശേഷം രാധികയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എറിഞ്ഞ പൊട്ടിച്ച ഫോണിന് പകരം രഘു മകൾക്ക് മറ്റൊരു ഫോൺ വാങ്ങിക്കൊടുത്തു. രാധികയുടെ പഴയ പ്രസരിപ്പെല്ലാം പോയതിനാൽ വലിയടത്തുകാർക്ക് വിഷമമായി. പുതിയ ഫോണിൽ സിം ഇട്ട് ആപ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആദ്യം വന്നത് ശ്രീയുടെ മെസ്സേജ് ആയിരുന്നു. പക്ഷേ രാധിക തുറന്നു നോക്കിയെങ്കിലും മറുപടി കൊടുത്തില്ല. മോളെ, കോളേജിൽ പോകുന്നില്ലേ? ജയ രാധികയുടെ അടുത്തിരുന്നു. പോകണം. കുറേ ദിവസത്തെ ക്ലാസ് പോയി. അച്ഛനോടും കൂടി എന്റെ കൂടെ വരാൻ പറയൂ അമ്മേ? രാധിക ചോദിച്ചു. ആ മോളെ, പറയാലോ. ശ്രീ രാധികയെ കാത്തു വഴിയിൽ നിന്നു. കാറിൽ പോകുന്ന രാധികയെ ശ്രീ കണ്ടെങ്കിലും രാധിക ശ്രീയെ നോക്കിയില്ല. അമ്പലത്തിൽ സഹസ്രനാമം ജപം തുടങ്ങിയതിനാൽ നല്ല തിരക്കായിരുന്നു. മനക്കിലെയും വെള്ളിയടത്തെയും എല്ലാവരും അമ്പലത്തിലുണ്ടായിരുന്നു. ശ്രീ രാധികയെ ഒരുപാട് തവണ നോക്കിയെങ്കിലും രാധിക ശ്രീയെ ശ്രദ്ധിക്കാൻ നിന്നില്ല. രാധുചേച്ചി, വാ, നമുക്ക് കാവൽ തൊഴുതിട്ട് വരാം. അഞ്ജു വന്ന് രാധികയെ കൂട്ടി കാവിലേക്ക് നടന്നു. രാധിക, ശ്രീ വിളിച്ചു. വിളി കേട്ട് അഞ്ജു നിന്നെങ്കിലും രാധിക നടന്നു. രാധിക പ്ലീസ്. ശ്രീ രാധികയുടെ കൈ പിടിച്ചു. എനിക്ക് സംസാരിക്കണം. എന്റെ കൈവിട്. എനിക്കൊന്നും കേൾക്കണ്ട. ഒരിക്കൽ നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചുപോയി. അതിനെനിക്ക് കിട്ടി. മതി. പ്ലീസ് രാധിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കുറച്ച് ടൈം പ്ലീസ്. ഞാൻ നാളെ ബാംഗ്ലൂർക്ക് തിരികെ പോകും. പോയാൽ പിന്നെ വരില്ല. പൊയ്ക്കോ. എനിക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. ഗൗരിയെ മറക്കാൻ എനിക്ക് കഴിയില്ല. മോഹിപ്പിച്ചതിന് സോറി. ഇതല്ലേ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. അല്ല, എനിക്കതല്ല പറയാനുള്ളത്. എനിക്ക് നിന്നെ ഇഷ്ടമാ. ഐ റിയലി ലവ് യു ലോട്ട്. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല, രാധിക പറഞ്ഞു. നീ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്രീ ചോദിച്ചു. ഗൗരിയെ തൊട്ട് സത്യം ചെയ്യണം. പറ്റുമോ? രാധിക ചോദിച്ചു. ശ്രീക്കൊപ്പം അഞ്ജുവും അരുണും ഒരേപോലെ സ്തംഭിച്ചു നിന്നു. ഇല്ലല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നേ? നിങ്ങൾക്ക് ഗൗരിയല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. രാധിക തിരിഞ്ഞു നടന്നു. ഗൗരിയെ തൊട്ട് സത്യമിട്ടാൽ നീ എന്നെ സ്നേഹിക്കോ? ശ്രീ ചോദിച്ചു. രാധിക ശ്രീയെ തിരിഞ്ഞു നോക്കി. രാധിക ശ്രീയുടെ അടുത്തേക്ക് വന്ന് ശ്രീക്ക് നേരെ കൈനീട്ടി. എന്നെ സ്നേഹിക്കോ? രാധിക ചോദിച്ചു. നിന്നെ മാത്രം സ്നേഹിക്കൂ. ശ്രീ രാധികയുടെ കയ്യിൽ കൈവച്ച് പറഞ്ഞു. എന്നെ തനിച്ചാക്കൂ ഇനി? ഒരിക്കലുമില്ല, ശ്രീ പറഞ്ഞു. സത്യം? രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യം, ശ്രീ പറഞ്ഞു. ഗൗരി സത്യം? ശ്രീയുടെ കൈകൾ വിറച്ചു. എന്റെ ഗൗരി സത്യം. രാധിക ശ്രീയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഗൗരി, നിനക്കു വേണ്ടിയാ ഞാൻ, ശ്രീ മനസ്സിൽ പറഞ്ഞു. ശ്രീ രാധികയെ കെട്ടിപ്പിടിച്ചു. അപ്പോ ബാംഗ്ലൂർ പോവാണോ? രാധിക ചോദിച്ചു. ഇല്ല, പോകുന്നില്ല, ശ്രീ പറഞ്ഞു. അഞ്ജുവും അരുണും പരസ്പരം നോക്കി തിരിഞ്ഞു നിന്നപ്പോഴാണ് എല്ലാവരെയും കണ്ടത്. രാധികേ! രഘു ഉറക്കെ വിളിച്ചു. നാട്ടുകാർ നോക്കി നിൽക്കെ മകൾ ഒരുത്തനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ട് അയാൾക്ക് സഹിച്ചില്ല. അപ്പോഴാണ് രാധിക ശ്രീയിൽ നിന്ന് വിട്ടുമാറിയത്. രാധിക ശ്രീനാഥിന്റെ കൈപിടിച്ചു നിന്നു. ഇവിടെ വാടി! രഘു അലറി. ശ്രീകുട്ടാ! സഹദേവൻ വിളിച്ചു. ഇവിടെ വാ. ചെല്ല് രാധികെ, ശ്രീനാഥ് പറഞ്ഞു. രാധിക ശ്രീനാഥിനെ നോക്കി. ചെല്ല്, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. രാധിക ശ്രീനാഥിന്റെ കൈവിട്ട് രഘുവിന്റെ അടുത്തേക്ക് നടന്നു. രാധിക ജയിക്കും നന്ദിനിക്കും പിന്നിൽ നിന്നു. ഇനി ഒരാളും ഒന്നും പറയണ്ട. വേഗം അച്ഛനോടും അമ്മയോടും മുംബൈന്ന് വരാൻ പറയാ, ഞങ്ങളുടെ വിവാഹം നടത്താൻ. കാശി പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല, രാധിക പറഞ്ഞു. നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ല. പണ്ടേ ഉറപ്പിച്ചതാ. ഇനി നിന്റെ സമ്മതം വേണ്ട, രഘു പറഞ്ഞു. രഘു! ശങ്കരൻ വിളിച്ചു. അച്ഛനൊന്നും പറയണ്ട.
എന്റെ മോളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കറിയാം, രഘു പറഞ്ഞു. ഇല്ല അച്ഛാ, നടക്കില്ല. എനിക്ക് കാശിയേട്ടനെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞില്ലേ നിന്റെ സമ്മതം വേണ്ടെന്ന്. സുമലതയെ ഞാൻ വിളിച്ചോളാം. വേഗം വരാൻ പറയാം. നിശ്ചയമൊന്നും വേണ്ട, വേഗം കല്യാണം നടത്തണം. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ജയ മടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. രാധിക കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. രാധിക റൂമിൽ ചെന്ന് ശ്രീയെ വിളിച്ചു. ഹലോ രാധിക. ശ്രീയേട്ടാ, ഇവിടെ എന്റെയും കാശിയേട്ടന്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു അച്ഛൻ. തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ, നടത്തിയിട്ടില്ലല്ലോ. പിന്നെന്തിനാ നീ കരയുന്നേ? എനിക്ക് പേടിയാവാ ശ്രീയേട്ടാ. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ. അത് നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല. പോരെ? നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ കിടന്നോ, ഞാൻ വിളിക്കാം. ശ്രീ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയതും സഹദേവൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അച്ഛാ, അതു പിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. വാ എന്റെ കൂടെ. മോളെ. ജയ രാധികയുടെ അടുത്തേക്ക് വന്നു. അമ്മ, അച്ഛനോട് പറയമ്മ, എനിക്ക് കാശിയേട്ടൻ വേണ്ട. എനിക്ക് ശ്രീയേട്ടൻ മതി. കാശിയേട്ടൻ ഒരു ദുഷ്ടനാണമ്മ. രാധിക ജയയുടെ കൈ പിടിച്ച് കരഞ്ഞു. മോള് കരയല്ലേ, അച്ഛനോട് അമ്മ പറയാം. പറയാനേ അമ്മയ്ക്ക് പറ്റൂ. എന്റെ കുട്ടീനെ ശ്രീനാഥിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് അമ്മയ്ക്കിഷ്ടം. അവന്റെ കൂടെയാണെങ്കിൽ അമ്മയ്ക്ക് സമാധാനത്തോടെ കഴിയാം. അമ്മ പറയൂ അച്ഛനോട്, പ്ലീസ്. പറയാം മോളെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ജയ രഘുവിനോട് അനുവാദം ചോദിച്ചു. എന്താ? നമുക്കൊരുപാട് മക്കളൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. അതും ഒരു പെൺകുട്ടി. കാശിയെ നല്ലപോലെ നമുക്കറിയാലോ. അവന്റെ ഒപ്പം ഒരു ദിവസം പോലും നമ്മുടെ മോള് സന്തോഷത്തോടെ ജീവിക്കില്ല. എന്തിനാ അറിഞ്ഞുകൊണ്ട് രാധുവിനെ മരണത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത്? അറിഞ്ഞിടത്തോളം ആ പയ്യൻ ശ്രീനാഥ് നല്ല ആളാ. എത്ര തവണ നമ്മുടെ മോളെ ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നുവെച്ച് കാളിയാർ മനയിലേക്ക് അവളെ കൊടുക്കാനാണോ നീ പറയുന്നേ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളോട് അവിടെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നോ നടന്നൊരു കാര്യം. രണ്ടിടത്തും തെറ്റുണ്ട്. ഒരു പകയുടെ പേരിൽ എന്റെ മോളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, ജയ പറഞ്ഞു. ജയേ, നീ ശബ്ദം ഉണ്ടാക്കണ്ട. മറുത്തൊരഭിപ്രായം പറയാൻ കഴിയാതെ എന്നെപ്പോലെ എന്റെ മകൾ ജീവിക്കണ്ട. കാശിയുടെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ രാധു ജീവനോടെ ഉണ്ടാകില്ല. ഒരിക്കൽ അവൾ മരിക്കാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്നും ശ്രീനാഥിനെ നഷ്ടപ്പെടുമെന്നായപ്പോൾ. ഇനിയും അത് വേണോ? നിങ്ങൾ ആലോചിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിലെ വാക്ക് കൊടുത്തതല്ലേ സുമയ്ക്ക്? രഘുജയയെ ഓർമ്മിപ്പിച്ചു. ഇതറിഞ്ഞാൽ സുമ സമ്മതിക്കോ? അവൾക്കറിയാം മകന്റെ സ്വഭാവം. നിങ്ങൾ അവളെ വിളിക്ക്, കാര്യങ്ങളെല്ലാം പറയ്. അല്ലെങ്കിൽ ഞാൻ പറയാം. എന്നിട്ട് സുമ സമ്മതിച്ചാൽ നിങ്ങളുടെ സുഹൃത്തല്ലേ കളരിക്കലെ മാധവൻ, അദ്ദേഹത്തോട് സംസാരിക്ക്. അവർക്ക് മനയ്ക്കൽ നല്ല പിടിപാടുള്ളതല്ലേ. മോളെ രാധു. ശങ്കരൻ രാധികയുടെ അടുത്തു വന്നിരുന്നു. മുത്തച്ഛന്റെ പൊന്ന് കരയാണോ? ശങ്കരൻ രാധികയുടെ മുടിയിൽ തലോടി. വേണ്ട, മുത്തെന്നും പൊന്നെന്നും ഒക്കെ വെറുതെ വിളിക്കണതാ. എന്നോട് ഒരു തരി സ്നേഹമില്ല ആർക്കും. രാധിക കണ്ണുകൾ തുടച്ചു. അങ്ങനെ പറയല്ലേ മോളെ. മോളോട് ആർക്കാ ഇഷ്ടമില്ലാത്തേ? എന്നിട്ടാണോ എന്റെ ഇഷ്ടം നോക്കാതെ കാശിയേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്നേ? നോക്കിക്കോ, ആ കല്യാണം നടന്നാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മുത്തച്ഛനില്ലേ കൂടെ? മുത്തച്ഛൻ മോളുടെ ഇഷ്ടത്തിനെതിരല്ല. മോളുടെ കൂടെ ഉണ്ട് മുത്തച്ഛൻ. പോരെ? മോൾക്കു വേണ്ടി എല്ലാ ശത്രുതയും മുത്തച്ഛൻ മറക്കാം. മോൾക്കു വേണ്ടി മാത്രം. ശങ്കരൻ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു. കോവിലകത്തും ചർച്ച ഇതുതന്നെയായിരുന്നു. മുഴുവന്നൂർ പറഞ്ഞ സ്ഥിതിക്ക് ഇതുതന്നെയല്ലേ നടക്കേണ്ടത്? രാജൻ പറഞ്ഞു. അതെ, പക്ഷേ വലിയടത്ത് പോയി ആ കുട്ടിയെ ആലോചിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, സഹദേവൻ പറഞ്ഞു. എന്നാലും മോനെ, എങ്ങനെ പോയാലും ഇതേ നടക്കൂ. ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞുലക്ഷ്മിയമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശ്രീയെ നോക്കി പറഞ്ഞു. ഞാനൊരു വഴി പറയട്ടെ, അരുൺ പറഞ്ഞു. എന്താ അരുൺ? ശ്രീശാന്ത് ചോദിച്ചു. സച്ചിക്ക് വേണ്ടി കളരിക്കലെ ബാലയെ ചോദിച്ചില്ലേ? ഞാൻ ഈ മനക്കലുമായുള്ള ബന്ധം
ശ്രീയുടെ സുഹൃത്തെന്ന് മാത്രമാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം കളരിക്കലുള്ളവരുമായി ഇവിടെയുള്ളവർക്ക് നല്ല ബന്ധമല്ലേ? വലിയിടത്തുള്ളവരുമായി കളരിക്കലുള്ളവർക്ക് നല്ല ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർ വഴി നമുക്കൊന്ന് നോക്കിക്കൂടെ? എല്ലാവരും അരുണിനെ നോക്കി. ശ്രീ അരുണിനെ നോക്കി. ഇവന്റെ തലയിൽ ഇത്ര കുരുട്ടുബുദ്ധിയോ? ശ്രീ ആലോചിച്ചു. അത് നല്ലൊരു വഴിയാണ്, ഭാനുമതി പറഞ്ഞു. അരുൺ ലച്ചുവിനെ ഒളികണ്ണിട്ട് നോക്കി. ലച്ചു പുഞ്ചിരിച്ചു. സച്ചിയും ശ്രീയും അത് നോട്ട് ചെയ്തു. ഡീ, കാശി രാധികയുടെ റൂമിലേക്ക് ചെന്നു. ഇങ്ങനെ കിടന്ന് കരയാൻ നിന്റെ ആരെങ്കിലും മരിച്ചോ? രാധിക കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. എന്നെ കൊന്നാലും നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കില്ല. നിന്നെ അല്ല, അവനെ കൊല്ലും ഞാൻ. ഒരു വട്ടം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അവൻ. ഇനി അതുണ്ടാകില്ല. നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൊല്ലും ഞാൻ അവനെ. കൊന്നു കുഴിച്ചു മൂടും. വേണ്ട കാശിയേട്ടാ, ശ്രീയേട്ടനെ ഒന്നും ചെയ്യരുത്. രാധിക കൈകൂപ്പി കരഞ്ഞു. ശ്രീ റൂമിലേക്ക് ചെല്ലുമ്പോൾ മൊബൈൽ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ വേഗം പോയി ഫോണെടുത്തു. എന്താ, നീ ഉറങ്ങിയില്ലേ? ശ്രീ രാധികയോട് ചോദിച്ചു. കരച്ചിലായിരുന്നു മറുപടി. രാധിക, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാശിയേട്ടൻ കാശിയേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തുക. ശ്രീയേട്ടനെ കൊല്ലൂന്ന് പറഞ്ഞ് എനിക്ക് പേടിയാ. അയാളൊരു ഭ്രാന്തനാ. എനിക്കൊന്നും പറ്റില്ല രാധികേ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നീ നല്ലപോലെ ഒന്ന് ഉറങ്ങ്. അവിടെ എന്തായി ശ്രീയേട്ടാ? രാധിക ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് സമ്മതക്കുറവുമില്ല. നീ ഇത്തിരി ബോൾഡാവണം. ഇങ്ങനെ കരഞ്ഞിരുന്നാൽ ഒന്നും നടക്കില്ല. എന്നാലും ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ശ്രീ ഫോൺ കട്ട് ചെയ്തു. യാത്രയൊക്കെ സുഖമായിരുന്നോ സുമേ? സത്യൻ ചോദിച്ചു. ആ ഏട്ടാ, സുഖമായിരുന്നു. ആ, മോളും ബാലനും എത്തിയോ? ശങ്കരൻ അവിടേക്ക് വന്നു. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ബാലൻ ചോദിച്ചു. കാശി പറഞ്ഞു കല്യാണം വേഗം നടത്തണമെന്ന്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണുള്ളത്, രഘു പറഞ്ഞു. എന്റെ മോളെവിടെ? സുമ രാധികയെ അന്വേഷിച്ചു. പറഞ്ഞ പോലെ രാധുമോളെ കാണാനില്ലല്ലോ, ബാലനും പറഞ്ഞു. ജയൻ രഘുവും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ, അച്ഛനും അമ്മയും വന്നോ? കാശി മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി. നീ എവിടെയായിരുന്നു? ബാലൻ ചോദിച്ചു. ഞാൻ അമ്പലത്തിൽ പോയതാ. ആ ശീലമൊക്കെ തുടങ്ങിയോ നീ? സുമ മകനെ നോക്കി. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ, അപ്പോ പുതിയ ശീലങ്ങളുമായി. പഴയ ശീലങ്ങൾ അപ്പാടെ ഉപേക്ഷിച്ചു. ഇനി നല്ല കുട്ടിയായി നടക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കാശിയെ അത്ഭുതത്തോടെ നോക്കി. രാധുവിനെ ഒരുപാട് ഉപദ്രവിച്ച് ഞാൻ. അതിനൊക്കെ അവളോട് ക്ഷമ പറയണം. എന്നിട്ട് അവളെ ജീവിതത്തിലേക്ക് കൂട്ടണം. ഇനി ഒരിക്കലും പഴയ കാശിയാവില്ല ഞാൻ. രാധുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. എന്നിൽ നിന്ന് അവളെ അകറ്റാതിരുന്നാ മതി. കാശി കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. രാധികയെല്ലാം വാതിൽക്കൽ നിന്ന് കേട്ടു. മോളെ രാധു. സുമലത രാധികയുടെ അടുത്തേക്ക് വന്നു. അപ്പ വന്നിട്ടും മോളെന്താ അകത്തളത്തിലേക്ക് വരാത്തേ? അപ്പയോടും ദേഷ്യാ മോൾക്ക്? ഒന്നുമില്ലപ്പേ. അപ്പോഴാണ് സുമലത കട്ടിലിൽ കിടന്നിരുന്ന ശ്രീനാഥിന്റെ ഫോട്ടോസ് കണ്ടത്. സുമലത അതിലൊന്ന് കയ്യിലെടുത്തു. ഇതാണോ ശ്രീനാഥ്? സുമലത ചോദിച്ചു. രാധിക മൂളി. കൊള്ളാം, നല്ല പയ്യനാ. ഡോക്ടറാണല്ലേ? സുമലത ചോദിച്ചു. പക്ഷേ നമുക്കിത് വേണോ? കാശി, എനിക്കിത് മതി. ഇത് മാത്രം മതി. ശ്രീയേട്ടൻ പാവോ അപ്പേ, നല്ല ആളാ. എനിക്ക് ഒരുപാട് ഇഷ്ടാ. ശ്രീയേട്ടനെ അല്ലാതെ വേറൊരാളെ എനിക്ക് വേണ്ട. അപ്പയല്ലേ എന്നെ നോക്കി വളർത്തിയത്. അപ്പയ്ക്ക് എന്നെ മനസ്സിലാവില്ലേ? ഞാൻ ഒരുപാട് സ്നേഹിച്ചുപോയി അപ്പേ. മറക്കാൻ പറയരുത്. പറ്റില്ല. അപ്പയ്ക്ക് മോളെ മനസ്സിലാകും. അപ്പ മോളുടെ ഇഷ്ടത്തിനെതിരല്ല. മോളുടെ ഇഷ്ടം ശ്രീനാഥാണെങ്കിൽ അപ്പയ്ക്കും അതാണിഷ്ടം. പോരെ?
സുമലത രാധികയെ മാറോട് അടക്കിപ്പിടിച്ചു. ഇഷ്ടമല്ലാത്ത ജീവിതം ജീവിച്ചു തീർക്കണ്ട അപ്പയുടെ കുട്ടി. മോളെ കൊണ്ട് അതിന് കഴിയില്ല. അതൊരു തടവറയാ മോളെ. എന്റെ മോൾക്ക് അങ്ങനെ ഒരു വിധി വരാൻ അപ്പ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞോളാം രഘുവേട്ടനോട്. മോള് വിഷമിക്കണ്ട. സുമലത എന്തൊക്കെയോ ആലോചിച്ച് കണ്ണു തുടച്ചു. അപ്പ എന്തിനാ കരയുന്നേ? രാധിക ചോദിച്ചു. ഒന്നുമില്ല മോളെ. മോളിനി വിഷമിക്കേണ്ട. കാശിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. സുമ പുറത്തേക്ക് പോയി. നീ സംസാരിച്ചോ രാധുവിനോട്? അവളെന്താ പറഞ്ഞേ? ബാലൻ സുമയോട് എല്ലാവർക്കും മുന്നിൽ വെച്ച് ചോദിച്ചു. അവൾക്ക് ആ പയ്യനെ അല്ലാതെ വേറെ ആരെയും വേണ്ടെന്നാ പറയുന്നേ. കുട്ടിയുടെ ഇഷ്ടം അതാണെങ്കിൽ. അപ്പോ എന്റെ ഇഷ്ടവോ? കാശി ചോദിച്ചു. അവൾക്കുള്ള പോലെ അതേ ഇഷ്ടം എനിക്കുണ്ട്. ഞാനും അവളെപ്പോലെ ഒരു റൂമിൽ ചെന്നിരുന്ന് കഥ കടച്ച് കരയാം. എന്റെ ഇഷ്ടം കൂടി നിങ്ങൾ പരിഗണിക്കോ? അവളുടെ ഇഷ്ടത്തിന് മാത്രമേ വിലയുള്ളൂ. കാശി, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. നിന്നെ ഇഷ്ടമല്ലാത്ത അവളെ നിനക്ക് ഭാര്യയായിട്ട് എന്തിനാ? സുമ ചോദിച്ചു. അവൾ എന്നെ പതിയെ ഇഷ്ടപ്പെട്ടോളും. ഭർത്താവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു പെണ്ണിനും ആവില്ല, കാശി പറഞ്ഞു. അത് നിന്റെ തോന്നലാ. സുമ ബാലനെ നോക്കി. വെറും തോന്നൽ. താലി എന്ന ചരട് കുരുക്കി ഒരു വീടിനുള്ളിൽ തല്ലിയും ഭീഷണിപ്പെടുത്തിയും ശാസിച്ചും മെരുക്കിയെടുക്കാൻ ഒരു വളർത്തുനായയല്ല ജീവിത പങ്കാളി. അങ്ങനെയുള്ള ആണിനെ പെണ്ണ് സ്നേഹിക്കില്ല, സ്വന്തമെന്ന് കരുതുകയുമില്ല. പകരം യജമാനനോട് വാലാട്ടി നിൽക്കുന്ന നായയുടെ സ്വഭാവം കാണിക്കും. ഭയം കൊണ്ട്. ഭയം കൊണ്ട് സമൂഹത്തിന്റെയും എന്തിന് സ്വന്തം വീട്ടുകാരുടെയും കുത്തുവാക്കുകൾ ഭയന്ന് ജീവിക്കും. സുമലത എല്ലാവരെയും നോക്കി. അങ്ങനെ ഒരു ജീവിതം വേണ്ട രാധുമോൾക്ക്. അവൾ സ്നേഹിക്കുന്നത് ശ്രീനാഥിനെയാ. അവന്റെ ഭാര്യയായി ജീവിക്കാനാ അവൾക്കിഷ്ടം. അത് നടത്തിക്കൊടുക്കുക. നടക്കില്ലമ്മേ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ രാധു ശ്രീനാഥിന്റെ ആവില്ല. കാശി വലിയയിടത്തു നിന്ന് ഇറങ്ങിപ്പോയി. ഇനി രാധുവിന്റെ ഇഷ്ടം എന്താച്ചാ അങ്ങനെ നടക്കട്ടെ, ശങ്കരൻ പറഞ്ഞു. രഘു ശങ്കരനെ നോക്കി. സഹദേവന്റെയും രഘുവിന്റെയും അഭ്യർത്ഥനയിൽ കളരിക്കലെ മാധവൻ 2 തറവാട്ടുകാരെയും കളരിക്കലേക്ക് വിളിച്ചു വരുത്തി. കാശി ഒഴികെ എല്ലാവരും വലിയയിടത്തുനിന്ന് എത്തിയിരുന്നു. മനയ്ക്കലിൽ നിന്നും എല്ലാവരും വന്നിരുന്നു. ബാലമോൾ എന്നാ വന്നേ? യമുന ചോദിച്ചു. ബാല എന്ന് കേട്ടപ്പോൾ സച്ചി തല ഉയർത്തി നോക്കി. ബാല സച്ചിയെ നോക്കി ചിരിച്ചു. അരുൺ സച്ചിയുടെ തുടയിൽ നുള്ളി. എന്താ അരുൺ ബ്രോ ഇങ്ങനെ നോക്കാതടാ? നീ പെണ്ണുങ്ങളെ കാണാത്ത പോലെ ഉണ്ടല്ലോ, അരുൺ പറഞ്ഞു. സുമലത ഭാനുമതിയെ കണ്ടപ്പോൾ സംസാരിക്കാനായി ഭാനുമതിയുടെ അടുത്തേക്ക് പോയി. അല്ല ബ്രോ, ഇവരൊക്കെ തമ്മിൽ ഫൈറ്റാണെങ്കിലും പെണ്ണുങ്ങൾ തമ്മിൽ അതില്ലല്ലോ, അരുൺ സച്ചിയോട് പറഞ്ഞു. ഭാനു അപ്പയുടെ കൂട്ടുകാരിയാ സുമലതയാൻറ്റി. ഒപ്പം പഠിച്ചിരുന്നതാ അവർ. ശ്രീ രാധികയെ നോക്കി ചിരിച്ചു. രാധികയും. മനയ്ക്കലുള്ള സ്ത്രീജനങ്ങൾ രാധികയ്ക്ക് ചുറ്റുമായിരുന്നു. അപ്പോ പിന്നെ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയണ്ടല്ലോ. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാ. ശത്രുതയൊക്കെ മറന്ന് അത് നടത്തിക്കൊടുക്കുക, മാധവൻ പറഞ്ഞു. സമ്മതക്കുറവുണ്ടോ ആർക്കെങ്കിലും? 2 ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ശങ്കരൻ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടീനെ വിവാഹം കഴിച്ചു തരുന്നതിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ഇനി മനയ്ക്കലുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞാൽ മതി. ഞങ്ങൾക്കും ഒരെതിരഭിപ്രായമില്ല. വലിയടത്തെ കുട്ടീനെ കൊണ്ടുവരാൻ സന്തോഷേ ഉള്ളൂ, കുഞ്ഞിലക്ഷ്മിയമ്മ പറഞ്ഞു. അപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല, മാധവൻ പറഞ്ഞു. എന്നാ കുട്ടിയോളെ വിളിക്ക. പരസ്പരം വീട്ടുകാർ കുട്ടിയോളെ അറിഞ്ഞിരിക്കണ്ടേ? പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, കളരിക്കലെ കാർണവർ പറഞ്ഞു. ശ്രീകുട്ടാ ഇങ്ങി വാ, സഹദേവൻ വിളിച്ചു. മോളെ രാധു വായോ, രഘു വിളിച്ചു. ശ്രീനാഥ് സഹദേവന്റെയും രാധിക രഘുവിന്റെയും അടുത്തുപോയി നിന്നു. ഇത് കാളിയാർ മനയിലെ സഹദേവന്റെയും ശ്രീജയുടെയും 2ാമത്തെ മകൻ ശ്രീനാഥ് തമ്പി. ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റ്. ബാംഗ്ലൂർ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്, സഹദേവൻ പറഞ്ഞു നിർത്തി. ഇത് വലിയടത്തെ രഘുവിന്റെയും ജയയുടെയും ഒരേ ഒരു മകൾ രാധിക. MBAക്ക് പഠിക്കുകയാണ്. അപ്പോ ഇനി നിശ്ചയം കല്യാണമൊക്കെ തീരുമാനിക്കാം, മാധവൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേഗം വേണമെന്നാണ്, രഘു പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. കാരണം മൂത്ത മരുമോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് കല്യാണം നടത്തണമെന്നാണ്,
സഹദേവൻ പറഞ്ഞു. എന്നാൽ വേഗം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാം. ആരെങ്കിലും പോയി പണിക്കരെ കൂട്ടിക്കൊണ്ടു വന്നാൽ പോരെ? ബാലൻ പറഞ്ഞു. സച്ചിയും അരുണും കൂടി ചൈത്രൻ പണിക്കരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി. മാധവന്റെ ഭാര്യ സുമതിയും മകൾ ബാലയും എല്ലാവർക്കും ചായ കൊണ്ടുകൊടുത്തു. 2 തറവാട്ടിലെയും കാരണവർമാർ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. രാധിക ബാലയുടെ ഒപ്പം അകത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീ അകത്തേക്ക് വന്നത്. അത് കണ്ടപ്പോൾ ബാല പുറത്തേക്ക് പോയി. ഇപ്പോ സന്തോഷമായോ? പേടിയൊക്കെ മാറിയോ? ശ്രീ ചോദിച്ചു. മാറി. കാശി എന്താ വരാതിരുന്നേ? ശ്രീ ചോദിച്ചു. കല്യാണം നടത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവൻ വന്നോളും. ആര് വിചാരിച്ചാലും മുടങ്ങില്ലേ കല്യാണം. ശ്രീ രാധികയുടെ കൈയിന്മേൽ കൈവച്ചു. രാധിക ചിരിച്ചു. നീ ചന്ദനം തേച്ചാണോ കുളിക്കാറ്? അല്ലല്ലോ. എന്താ ശ്രീയേട്ടാ? ഒന്നുമില്ല. വേഗം വേണമെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വൃശ്ചികം 2 നല്ല മുഹൂർത്തമുണ്ട്. അതായത് ഡിസംബർ 24. ശ്രീ രാധികയെ നോക്കി ചിരിച്ചു. 24ഓ? ഇന്ന് ഡിസംബർ 16 10 ദിവസം തികച്ചില്ലല്ലോ, രഘു പറഞ്ഞു. അതിനിപ്പോ എന്താ, വേഗം ആകുന്നതല്ലേ നല്ലത്, ബാലൻ പറഞ്ഞു. സഹദേവൻ എന്തു പറയുന്നു? രഘു ചോദിച്ചു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ ഡേറ്റിൽ. എന്നാൽ അത് തീരുമാനിക്കാം, ശങ്കരൻ പറഞ്ഞു. എന്നാ ബാക്കി പോക്കുവരവ് കൂടി പറഞ്ഞു വയ്ക്കാം, മാധവൻ പറഞ്ഞു. നിനക്ക് സന്തോഷായില്ലേ ഗൗരി? ശ്രീ കട്ടിലിൽ കിടന്നു. പൂർണമായോ ആയില്ല. ഗൗരിയുടെ ശബ്ദം കേട്ടപ്പോൾ ശ്രീ എഴുന്നേറ്റു. ഗൗരി, നീ വന്നോ? വന്നു. ഒരു കാര്യം പറയാൻ മാത്രം. രാധികയ്ക്ക് നല്ലൊരു ഭർത്താവായിരിക്കണം ശ്രീയേട്ടൻ, എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്നെ നേടാൻ അവളെ പറ്റിക്കുകയാണെങ്കിൽ പിന്നെ ഗൗരി ഇങ്ങനെ ആവില്ല ശ്രീയേട്ടനോട്. ഗൗരി, ഗൗരി! ശ്രീ വിളിച്ചു. ശ്രീക്ക് ദേഷ്യം വന്നു. അന്നേരമാണ് രാധിക വിളിച്ചത്. ഹലോ, ശ്രീ ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ ശ്രീയേട്ടാ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഏയ് നത്തിങ്, നീ പറയ്. ശ്രീ ചുറ്റും നോക്കി. ഞാൻ വെറുതെ വിളിച്ചതാ. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ശ്രീ ഫോൺ കട്ട് ചെയ്തു. രാധികയ്ക്ക് എന്തോ വിഷമം തോന്നി. രാധിക പിറ്റേന്ന് കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ശ്രീയെ കണ്ടില്ല. ശ്രീ രാധികയെ വിളിക്കുകയും ചെയ്തില്ല. രാധിക വീട്ടിലെത്തിയ ശേഷം കുളിച്ച് അമ്പലത്തിലേക്ക് പോയി. അമ്മേ ഭഗവതി, ഒരുപാട് നന്ദിയുണ്ട്. ഈ നടയിൽ വന്ന് ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട് ശ്രീയേട്ടനെ എനിക്ക് കിട്ടാൻ വേണ്ടി. എന്ന് ശ്രീയേട്ടൻ എന്റേത് മാത്രമായിരിക്കണേ ഭഗവതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രാധിക തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ശ്രീയെ കണ്ടു. രാധിക ചിരിച്ചു. രാധികയും ശ്രീയും പ്രദക്ഷിണം വെച്ച് പുറത്തേക്കിറങ്ങി. ഇന്ന് എവിടെയായിരുന്നു? കണ്ടതേയില്ല, രാധിക പറഞ്ഞു. തിരക്കായിരുന്നു. കല്യാണം ഉറപ്പിച്ചതല്ലേ, അതിന്റെ സദ്യയും പന്തലും ഒക്കെ ഏൽപ്പിക്കണ്ടേ? അവിടെയും തിരക്ക് തന്നെയാ. അച്ഛനും ചെറിയച്ഛനും അങ്കിളും ഒക്കെ ഓരോ കാര്യത്തിനായി പോയിരിക്കുക, രാധിക പറഞ്ഞു. കാശി വന്നോ വീട്ടിലേക്ക്? ശ്രീ ചോദിച്ചു. ഇല്ല ശ്രീയേട്ടാ, ഇതുവരെ വന്നിട്ടില്ല. കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. ഒന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. പിന്നെ ഞാനിന്ന് അമ്മയുടെ നാട്ടിലേക്ക് പോകും. നാളെ വൈകിട്ടേ എത്തൂ. അവിടെ കല്യാണമൊക്കെ പറയണ്ടേ? ആണോ? രാധികയുടെ മുഖം വാടി. എന്താ മുഖം വാടിയേ? ശ്രീ രാധികയെ നോക്കി. ശ്രീയേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒരു ധൈര്യം എനിക്ക്. പോകുന്നത് എന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ നാളെ വേഗം എത്തും, പോരെ? പിന്നെ വിളിക്കാലോ. ഞാൻ പോയി വരുന്നവരെ നിനക്കൊന്നും സംഭവിക്കില്ല. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? കാശിയേട്ടനെ എനിക്ക് പേടിയാ. കാശിയേക്കാൾ വലിയ ദേഷ്യക്കാരനാണ് ഞാൻ. ശ്രീ ചിരിച്ചു. എനിക്കറിയാം, ഒരിക്കൽ ഞാൻ അനുഭവിച്ചതാ, രാധിക പറഞ്ഞു. ശ്രീ ചിരിച്ചു. നീ നടന്നിട്ടാണോ വന്നേ? എങ്കിൽ കയറ്, ഞാൻ വീട്ടിലാക്കി തരാം. വേണ്ട, എനിക്ക് പേടിയാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നീ എന്റെ ഭാര്യയാണ്. പിന്നെന്തിനാ പേടിക്കുന്നേ? ഞാൻ നിന്നെ വീട്ടിലാക്കി തരാന്നല്ലേ പറഞ്ഞേ. കയറ്. ശ്രീ രാധികയുടെ കൈപിടിച്ചു. ശ്രീയും രാധികയും പോകുന്നത് കാശി കണ്ടു. കണ്ടോ മോനെ കാശി, അവനാ യോഗം. നീ ഇത്രയും നാള് മണപ്പിച്ച് നടന്നിട്ട് എന്തായി? കാശിയുടെ കൂട്ടുകാർ അവനെ കളിയാക്കി. ഈ വിവാഹം നടക്കില്ല, രാധു എന്റെയാ.
എന്താ അപ്പേ ആലോചിക്കുന്നേ? രാധിക പൂമുഖത്തിരുന്നിരുന്ന സുമലതയുടെ മടിയിൽ തല വെച്ചു കിടന്നു. ആഹാ, ഇപ്പോ ആൾക്ക് ജീവൻ വെച്ചല്ലോ, നന്ദിനി പറഞ്ഞു. രാധിക നന്ദിനിയെ നോക്കി ഗോഷ്ഠി കാണിച്ചു. എന്താ അപ്പേ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, മോൾക്ക് സന്തോഷായില്ലേ? നല്ല ചെക്കനാ ശ്രീനാഥ്, ഞാൻ സംസാരിച്ചു. രാധിക ചിരിച്ചു. അതെ, ഒരു കോലമായിട്ടോ നീ. ഇനിയിപ്പോ അധിക ദിവസം ഇല്ല. ഒരു കല്യാണപ്പെണ്ണാണെന്ന് തോന്നണ്ടേ നിന്നെ കണ്ടാൽ? ജയേ, 3 നേരം ഓരോ ഗ്ലാസ് പാല് കുടിപ്പിച്ചേക്ക് ഇവളെ കൊണ്ട്. ഒന്ന് ആരോഗ്യം വയ്ക്കട്ടെ. സുമ രാധികയുടെ മുടിയിൽ തലോടി പറഞ്ഞു. കൊടുക്ക്, പാലും മുട്ടയൊക്കെ കൊടുത്ത് അവന്റെ കിടക്കയിലേക്ക് തള്ളിവിടവളെ. കാശി ഇരുട്ടിൽ നിന്ന് കയറി വന്നു. കാശി മദ്യപിച്ചിരുന്നു. കാശിയെ കണ്ടതും രാധിക എഴുന്നേറ്റ് നിന്നു. കാശി, നീ കുടിച്ചിട്ടുണ്ടോ? സുമലത ചോദിച്ചു. ഉണ്ട്, കുടിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങളാരാ എന്റെ? പെറ്റതുകൊണ്ട് മാത്രം അമ്മയാവില്ല. കാശി തൂണ് പിടിച്ചു നിന്നു. മകന്റെ മനസ്സറിയണം. എന്റെ മനസ്സ് മുഴുവൻ ഇവളാ. കാശി രാധികയുടെ കൈ പിടിച്ചു. ആ ഇവളെ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞുവിടുന്നു. സമ്മതിക്കോ ഞാൻ? ഇല്ല, ഒരിക്കലും ഇല്ല. കാശി, നീ പോയേ, നന്ദിനി പറഞ്ഞു. വാ മോളെ. നന്ദിനി രാധികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്കാ? കാശി രാധികയുടെ കൈ കയറി പിടിച്ചു. എന്നെ വിട്, രാധിക പറഞ്ഞു. വിടാനോ? കാശി ഒന്നുകൂടെ മുറുകെ രാധികയുടെ കൈക്ക് പിടിച്ചു. മോളെ വിട് കാശി, വിടാൻ. സുമലത കാശിയുടെ കൈക്ക് പിടിച്ചു. മാറി നിൽക്ക്. കാശി സുമലതയെ തള്ളിയിട്ടു. സുമേ! ജയ വന്ന് സുമയെ എഴുന്നേൽപ്പിച്ചു. കാശി നന്ദിനിയെ തള്ളിമാറ്റി രാധികയെ പിടിച്ച് അകത്തേക്ക് നടന്നു. മോളെ! സുമയും ജയയും നന്ദിനിയും പിന്നാലെ ചെന്നു. കാശി രാധികയെ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിലടച്ചു. മോളെ രാധു! കാശി, വാതിൽ തുറക്ക്! ദൈവമേ! എല്ലാവരും വാതിലിൽ തട്ടി. ശബ്ദം കേട്ട് ലീല ഓടി വന്നു. വാതിൽ തുറക്ക്! ദൈവമേ, ആണുങ്ങളാരും ഇല്ലല്ലോ ഇവിടെ. അയ്യോ! സുമ കരഞ്ഞു. അപ്പേ! രാധിക കരഞ്ഞു. നീ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല രാധു. എന്റെ അച്ഛനോ നിന്റെ അച്ഛനോ ചെറിയച്ഛനോ ആരുമില്ല ഇവിടെ. പിന്നെ നിന്റെ മറ്റവൻ പോകുകയും ചെയ്തു. ആര് വരും നിന്നെ രക്ഷിക്കാൻ? എന്നെ ഒന്നും ചെയ്യല്ലേ കാശിയേട്ടാ. രാധിക കൈകൂപ്പി കരഞ്ഞു. കരയടി, ഉറക്ക കരയ്. എന്റെ ചെവിയിൽ കേൾക്കണം നിന്റെ കരച്ചിൽ. കാശി രാധികയുടെ അടുത്തേക്ക് നടന്നു. എന്റെ അടുത്തേക്ക് വരരുത്. രാധിക മേശമേലിരിക്കുന്ന ബുക്സ് എടുത്ത് കാശിയെ എറിഞ്ഞു. കാശി അവയെല്ലാം തട്ടിമാറ്റി. രാധിക ചുവരിൽ തട്ടി നിന്നു. കാശി രാധികയുടെ അടുത്തേക്ക് വന്നു നിന്നു. എന്നെ ഒന്നും ചെയ്യരുത്. കാശി രാധികയുടെ തോളിൽ കൈവച്ചു. രാധിക കുതറി ഓടാൻ ശ്രമിച്ചതും രാധികയുടെ ചുരിദാറിന്റെ കൈ കീറി. കാശി രാധികയെ നോക്കി ചിരിച്ചു. രാധു, നീ എന്റേതാ. അവൻ നിന്നെ വേണ്ടെന്ന് വയ്ക്കും. കാശി രാധികയെ പിടിച്ചു വലിച്ചു. എന്നെ വിടാൻ! രാധിക കാശിയുടെ മുഖത്തേക്കടിച്ചു. കാശിയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നു. എടീ! എന്നൊരലർച്ചയോടെ കാശി രാധികയെ തല്ലി. രാധിക നിലത്തേക്ക് വീണ് രാധികയുടെ നെറ്റി തറയിലടിച്ചു. രാധികയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കാശിയെ കാണാതെയായി. നെറ്റി പൊട്ടി ഒലിച്ചിറങ്ങിയ രക്തം രാധികയുടെ കണ്ണിനെ മറച്ചു. രാധിക നിലത്തു വീണു കിടന്നു.